വയനാട്ടിലെ യുവ കർഷകൻ രാജീവിന്റെ മരണം കാട്ടാന ആക്രമണത്തെ തുടർന്നെന്ന് സ്ഥിരീകരണം. ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതര പരിക്കേറ്റുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനയെ തുരത്താൻ എത്തിയപ്പോഴായിരുന്നു രാജീവിന് നേരെ ആക്രമണമുണ്ടായത്. രാത്രി ഏറെ വൈകിയും കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് രാജീവിനെ പറമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആന്തരിക രക്തസ്രാവത്തെ തുടർന്നാണ് മരണം സംഭവിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. പ്രദേശത്തിറങ്ങിയ കാട്ടാനയെ എത്രയും വേഗം പിടികൂടുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു. ജീവിക്കാൻ മനുഷ്യന് ഒരു തരത്തിലും വടക്കാടുള്ള ജനങ്ങൾക്ക് ഓരോ ദിവസങ്ങളിലും കർഷകരുടെ തെങ്ങുകളും വാഴകളും കവുങ്ങുകളും എല്ലാ ദിവസങ്ങളും യാന നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു പരിഹാരം ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ല. ഇതുവരെ നിലവിൽ ഹാങ്ങിംഗ് ഫെൻസിംഗ് ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. ഞങ്ങൾ പണ്ട് മുതലേ പറയുന്നില്ല, ഞങ്ങൾക്ക് ഈ തൂക്കുവേലി ഞങ്ങൾക്ക് വേണ്ട, കാഷ്കാട് ഫെൻസിങ്ങോ അല്ലെങ്കിൽ ആന വരാത്ത രീതിയിലുള്ള മതിലുകളോ മതി ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നതാണ്. ആരോഗ്യ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആളെ ജീവനോട് ഈ ഒരു സംവിധാനത്തിൽ പോയിരിക്കുകയാണ്. രാജീവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരവും കുടുംബത്തിലൊരാൾക്ക് താൽക്കാലിക ജോലിയും നൽകും. പ്രദേശത്ത് കാവൽ ശക്തമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.